ഇത് കണ്ടപ്പോൾ മാനസികമായിട്ട് വളരെയധികം തളർന്നു പോയി. കാരണം നിറച്ച് വീടുകളുണ്ടായിരുന്നു, ഇപ്പോൾ വീടൊക്കെ പൊളിഞ്ഞ് എല്ലാം പോയി. ഇപ്പോൾ ഒന്നും ഇവിടെ കാണാനില്ല. നമ്മളെല്ലാവരും സ്ഥിതിയും ഇതൊക്കെ തന്നെയാണ്. രാത്രി കിടന്നാൽ നേരം വെളുക്കുമ്പോൾ പറയാൻ പറ്റില്ല. ചെറിയൊരു പോർഷൻ പോന്നപ്പോൾ ഇങ്ങനെ സംഭവിച്ചാൽ കുറച്ചും കൂടി പോരുകയാണെങ്കിൽ അപ്പോൾ എന്തായിരിക്കും സ്ഥിതി? ഈ നാട്ടുകാർക്ക് എന്താണ് വേണ്ടത്, എന്താണ് ആവശ്യം എന്ന് നോക്കി അതനുസരിച്ച് നമ്മൾക്ക് ചെയ്യാം എന്ന് എൻ്റെ മനസ്സിൽ തോന്നുന്നുണ്ട്. ഞാനിപ്പോൾ പുഞ്ചിരിമട്ടത്ത് എത്തി നിൽക്കുകയാണ്. എൻ്റെ കൂടെ അജ്ഫാൻ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ MD കുട്ടിക്ക ഇവിടെ ഈ സ്ഥലം സന്ദർശിക്കാനും അദ്ദേഹത്തിൻ്റെ മനസ്സിലാക്കിയ ധാരണകളിൽ നിന്ന് എന്ത് ചെയ്യാൻ സാധിക്കും എന്നൊക്കെ വിലയിരുത്താൻ വേണ്ടിയാണ് അദ്ദേഹം ഇവിടെ വന്നത്. അവിചാരിതമായി ഞങ്ങൾ കണ്ടുമുട്ടുകയാണ്. കുട്ടിക്ക, ഇത് കാണുമ്പോൾ എന്താണ്? മാനസികമായിട്ട് വളരെയധികം സങ്കടവും കരച്ചിലും ആകെ തളർന്നു പോയി. നമ്മൾ ആ ഒരു ഇതിൻ്റെ ഒരു ഭീകരത നമ്മൾ ഇവിടുന്ന് കാണുമ്പോൾ നമുക്കത് ഊഹിക്കാൻ കഴിയുന്നില്ല. ഇതൊരു വീട് നിന്ന സ്ഥലമാണ്. ഇല്ല, ഒരിക്കലും കഴിയുന്നില്ല. ഇത് കണ്ടപ്പോൾ മാനസികമായിട്ട് വളരെയധികം തളർന്നു പോയി. കാരണം നിറച്ച് വീടുകളുണ്ടായിരുന്നു, ഇപ്പോൾ വീടൊക്കെ പൊളിഞ്ഞ് എല്ലാം പോയി. ഇപ്പോൾ ഒന്നും ഇവിടെ കാണാനില്ല. ശരിക്കും നമ്മൾ തൊട്ടുമ്പോൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് മുകളിൽ ആ ഒരു പോർഷൻ നമുക്ക് കാണാം. ഒരു മലയുടെ വളരെ കുറഞ്ഞ പോർഷനാണ് പോന്നിട്ടുള്ളൂ ഈ വലിയൊരു ദുരന്തം ഉണ്ടാക്കിയത്. കുറച്ച് സ്ഥലമേ പോന്നിട്ടുള്ളൂ, പക്ഷേ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കരമായൊരു സംഭവമായിട്ടാണ്. ആ സ്ഥലം പോന്നപ്പോൾ തന്നെ ഇത്രയും ഒരു ഇഞ്ചുറി അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ഡെപ്ത് മേജർ അപകടം ഇവിടെ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് ആ മലയുടെ ഒരു മല പോരുകയാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? മൊത്തം കേരളം തന്നെ ഈ ഉണ്ടാവില്ല. ചെറിയൊരു പോർഷൻ പോന്നപ്പോൾ ഇങ്ങനെ സംഭവിച്ചാൽ കുറച്ചും കൂടി പോരുകയാണെങ്കിൽ അപ്പോൾ എന്തായിരിക്കും സ്ഥിതി? ശരിക്കും നമ്മൾ ഇപ്പോഴാണ് നമ്മൾ ദൈവത്തിൻ്റെയൊക്കെ നമുക്കൊക്കെ ചെയ്തു തന്നൊരു സൗകര്യം ഉണ്ടല്ലോ, നമുക്ക് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ബോധേഡാവേണ്ട ഒരു നിമിഷം. അല്ല, ഇത് എല്ലാവർക്കും ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു നമ്മൾക്ക് ഇങ്ങനെ കാട്ടിത്തരുന്നത് പരീക്ഷണം. നമ്മളെല്ലാവരും സ്ഥിതിയും ഇതൊക്കെ തന്നെയാണ്. രാത്രി കിടന്നാൽ നേരം വെളുക്കുമ്പോൾ പറയാൻ പറ്റില്ല. നമ്മളിനി എത്ര വലിയ മാളികയിൽ കിടന്നാലും അതെ, എത്ര സൗകര്യത്തിൽ ജീവിക്കുന്നതാണെങ്കിൽ അതാണ് 5 നേരം നമസ്കാരത്തിൻ്റെ ഇടയിൽ നമ്മൾ പോകുന്നു പറയുന്നത്. ളുഹർ നിസ്കരിച്ചവന് അസ്ർ കിട്ടൂല, അസ്ർ നമസ്കരിച്ചവന് മഗ്രിബ് കിട്ടൂല. നമ്മൾ അതിൻ്റെ മുമ്പ് നമ്മൾ യാത്രയാവും. നമ്മൾ സാമ്പത്തികമായിട്ടും മറ്റുള്ള രീതിയിൽ വരുമ്പോൾ നമ്മളിതൊക്കെ മറന്നു പോവുകയാണ്. അതിനാണ് നമ്മൾക്കിങ്ങനെ അള്ളാഹ് നമുക്ക് പറഞ്ഞിട്ടുണ്ട്, നീ 5 നേരം നമസ്കാരത്തിൻ്റെ ഇടയിൽ നീ പോവും. ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ 1 മാസം അല്ലെങ്കിൽ 1 കൊല്ലം അല്ലെങ്കിൽ 5 കൊല്ലം കഴിഞ്ഞാൽ ഈ 5 നേരം നമസ്കാരത്തിൻ്റെ ഇടയിൽ നമ്മൾ യാത്ര ആവും. അത് നമുക്കൊരു എപ്പോഴും നമുക്ക് നിർവചിക്കാൻ ഒരിക്കലും പറ്റത്തില്ല. അതെ, ഈ ശരിക്കും നമ്മുടെ ഇത്തരം അപകടങ്ങൾ തരണം ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ തന്നെ ഞാൻ 1-2 ദിവസമായിട്ട് ഇവിടെ ഉണ്ട്. അപ്പം കുറച്ച് ദിവസം ഇവിടെ ഉണ്ടായിരുന്നു, പിന്നെ ഇന്ന് വീണ്ടും വന്നതാണ്. ഇവിടെ അനുഭവസ്ഥരായിട്ടുള്ള ആളുകളൊക്കെ കണ്ടപ്പം എനിക്ക് തോന്നുന്നു ഒരു മേജർ ഇഞ്ചുറി, ഒരു 400 ആളുകളോളം ഇവിടെ മരിക്കുന്നു, കുറേ അപകടം, കുറേ വീടുകൾ പോകുന്നു. ഇവർക്കൊക്കെ ഒരു അതിജീവിക്കാനുള്ളൊരു കരുത്ത് പടച്ചവൻ കൊടുത്ത പോലെ എനിക്ക് അവരോടൊക്കെ സംസാരിക്കാം. കാരണം അവർ ഒരു വെപ്രാളപ്പെട്ടിട്ടാണ് സംസാരിക്കുന്നത് പോലും അവർ ആ ദുഃഖത്തിൻ്റെ ആ ഒരു വലിയ ഇത് കാണിക്കുന്നില്ല. എനിക്ക് തോന്നുന്നത് ദൈവം അവർക്കൊരു കരുത്ത് കൊടുത്തിട്ടുണ്ടാവും. അതെ, മറുതി കൊടുക്കും. നമ്മളിപ്പോൾ സംഭവിച്ചു ഇനി എല്ലാ മനുഷ്യനും മറുതിയാണല്ലോ. നമ്മളിപ്പോൾ മയ്യത്ത് മറയത് ആ സമയത്ത് കരച്ചിലും ഇത് സങ്കടം ഉണ്ടാവും. കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗൗരവം കുറഞ്ഞു വരും. ഇപ്പോൾ ആദ്യ സമയത്ത് ഇവിടെ ഭയങ്കര സങ്കടവും വിഷമങ്ങളും, അപ്പോൾ അതൊക്കെ അവർ കുറഞ്ഞ് വന്നും കൊണ്ടിരിക്കണം. കുട്ടിക്കാൻ്റെ ഇന്നത്തെ ഒരു വരവിൻ്റെ ഒരു ഉദ്ദേശം അങ്ങനെ ഉദ്ദേശമൊന്നുമില്ല. വലിയ ആളുകൾ വിളിച്ച് എന്നോട് വിസിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇവിടുത്തെ IG സന്ദർശിക്കുക, അതിന് ശേഷം എന്താ വേണ്ടതൊക്കെ ആലോചിച്ചിട്ട് നമ്മൾ ഓഫറിന് കൊടുക്കാൻ വന്നതല്ല. നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് എന്താ ആവശ്യം പരിശോധിക്കും കൂടിയാണ്. അങ്ങനെ വന്നതാണ്. ഏത് മേഖലയാണ് കൂടുതൽ താല്പര്യം? നിർമ്മാണാത്മകമാണോ അല്ലെങ്കിൽ വിദ്യാഭ്യാസം, ആരോഗ്യം? നോക്കട്ടെ എന്താണ് ഇവിടെ വേണ്ടത്. 2-3 മാസം പഠിച്ചിട്ട് ഇപ്പോൾ കണ്ടമാനം ആളുകൾ ഓഫർ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഓഫറൊക്കെ വരുന്നുണ്ടോ ഇല്ല നോക്കിയിട്ട് പിന്നെ നമ്മൾക്ക് ഒരു പ്രഖ്യാപനത്തിൻ്റെ ആവശ്യമില്ല. എന്തായാലും ഇവരുടെ കൂടെ പുനരധിവാസത്തിന് കൂടെ ഉണ്ടാകും. ഉണ്ടാവും.
ഇവർക്ക് കുറച്ചുകൂടി ഈ കഴിഞ്ഞിട്ട് നാടിന്റെ കൂടെ ഉണ്ടാവും. ഈ നാട്ടുകാർക്ക് എന്താണ് വേണ്ടത്, എന്താണ് ആവശ്യം എന്ന് നോക്കി അതനുസരിച്ച് നമ്മൾക്ക് ചെയ്യാം എന്ന് എൻ്റെ മനസ്സിൽ തോന്നുന്നുണ്ട്. ഈ പ്രദേശം മുണ്ടക്കൈ ഈ ഭാഗം ചൂരൽമലയൊക്കെ ആയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധം ഉണ്ടായിരുന്നു? ഇല്ല, ഞാൻ ആദ്യമായിട്ട് വരികയാണ് അവിടെ. ഇതിനടുത്ത് മൂപ്പരെ കട ഉണ്ട്. ഇവിടുന്ന് അവിടെ കൽപ്പറ്റയിൽ അജ്ഫാൻ ഉണ്ട്. ഈ സ്ഥലമൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഏതായാലും ഇൻഷാ അല്ലാ ഇവർക്കൊക്കെ മരിച്ചവർക്കൊക്കെ അല്ലാഹ് മർഹമത്ത് നൽകട്ടെ. അതെ, ആഖിറം നന്നാക്കി കൊടുക്കട്ടെ അവരെ ഇൻഷാ അല്ലാ. ജീവിച്ചിരിക്കുന്നവരെല്ലാം പ്രയാസം അള്ളാഹു മാറ്റി കൊടുക്കട്ടെ. അള്ളാഹുവിനോട് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. അസ്സലാമു അലൈക്കും.